അസ്സലാമലൈക്കും. നിങ്ങളുടെ മുന്നിൽ ഇതാ വരുന്നു ഫ്രഞ്ചി ചിക്കി ചിക്കൻ. ചിക്കനും ചീസും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ടെർമറിക്, സോൾട്ട് ആവശ്യത്തിനുള്ള മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, അതിനൊരു ഫ്രൈ പാൻ വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ, അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ആ സാധനത്തിന് നിങ്ങൾ നിൽക്കാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ, പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്തൊക്കെയാണ് അതേ ഓയിലിൽ തന്നെ ഞാൻ എന്തൊക്കെയാണ് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ഞാൻ 3 കളറും ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും മാറ്റി വെക്കാൻ. ഓക്കെ, നിങ്ങൾ വേറൊരു പാത്രം എടുത്തിട്ട് സോസ് ഉണ്ടാക്കണം. അതിൽ വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാൻ. അത് മെൽറ്റ് ആകുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് 200 ml മിൽക്ക്, ഫ്രഷ് മിൽക്ക് നിങ്ങൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് മിക്സ് ചെയ്ത് തിക്കായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഉണ്ട്. അതൊന്ന് ടൊമാറ്റോ കെച്ചപ്പ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീമും കൂടി ഇടാൻ, അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. മിക്സ് ചെയ്തതിലേക്ക് മയോണീസ് എടുത്തിട്ടുണ്ട് ഞാൻ. ആ മയോണീസും കൂടി ഇട്ട് കൊടുക്കാൻ. അത് നല്ല തിക്കായി വരുന്നതിന് ചില്ലി ഫ്ലെക്സ് എടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ, അതും കൂടി ഇട്ട് കൊടുക്കാൻ. പിന്നെ ഞങ്ങൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചിക്കൻ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ. നന്നായി തിക്കായി വരുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലിട്ട് മാറ്റി വെക്കാൻ. ആ സമയത്ത് ഞങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാൻ ഡീപ് ഫ്രൈ ചെയ്യാവുന്ന ഫ്രഞ്ച് ഫ്രൈസ് 500 ഗ്രാം ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് എന്തെങ്കിലും തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ. ഈ സോസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാൻ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മെൽറ്റ് ആകുന്ന സമയത്ത് ഓൾറെഡി ഓൾമോസ്റ്റ് ആകുന്നുണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ തീ ഓഫ് ചെയ്തതിന് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു പാത്രത്തിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാൻ. ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാൻ. അതൊന്ന് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ സോസ് ഉണ്ടല്ലോ, ആ സോസ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ. ഇതിൽ ഡിഫറെൻറ്റ് കളർ കാണുന്നില്ല, റെഡും ക്യാപ്സിക്കും കൂടി പല കളറിൽ വരുമ്പോൾ നല്ലൊരു കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാൻ. ഈ സോസൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഡിഫറെൻറ്റാണ്. നിങ്ങൾ എപ്പോഴും ഫ്രഞ്ച് ഫ്രൈസ് വെറുതെ കഴിച്ചിട്ടുള്ളൂ, മയോണീസൊക്കെ മിക്സ് ചെയ്തിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഇത് വെറൈറ്റി ഡിഷാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഫ്രഞ്ചി ചിക്കി ചിക്കൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.